ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മോളിയാണ്. അപ്പോൾ ഞാനത് ഗോൾഡൻ പൊമ്പാന വെച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ആവോലി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഫിഷ് ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ ഞാനൊന്ന് കാണിക്കാം ആദ്യം തന്നെ. ഇതിനൊരു ചെറിയ ചെതമ്പലുണ്ട്. അപ്പോൾ ചെതമ്പൽ എന്ന് പറയാനില്ല, നമുക്കൊന്ന് ജസ്റ്റ് ഒരു കത്തി കൊണ്ടൊന്ന് ചിരണ്ടി കളയാനുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ആദ്യം തന്നെ ചിരണ്ടി കളയണം. എന്നിട്ട് നമുക്ക് കഴുകിയൊന്നും എടുക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് ക്ലീൻ ചെയ്യാനുമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റാണ്. സാധാരണ നമ്മളിത് നമ്മുടെ കരിമീൻ വെച്ചിട്ടാണ് നമ്മൾ ഫിഷ് മോളിയൊക്കെ ചെയ്യാറ്. പക്ഷേ ഇതും കുഴപ്പമില്ല, നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ഒക്കെ ചെയ്തെടുത്ത് ഫിഷ് മോളി വെച്ചാൽ നല്ല കിടലിന സാധനമാണ്. അപ്പോൾ നമുക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇങ്ങനെ ടേസ്റ്റ്. ഇതിൻ്റെ ചെകിള നമുക്കൊന്ന് കണ്ടിച്ച് കളയോ വലിച്ചു കളയോ ചെയ്യാം. ശക്തിയുള്ളവർക്കാണെങ്കിൽ വലിച്ചു കളയാം, ശക്തി ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കണ്ടിച്ച് കളയാം. അപ്പം ഞാനത് കണ്ടിച്ച് കളയാണ് ചെയ്യുന്നത്. നമ്മളിതേപോലെ ഒന്ന് വയറ് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലെ നമ്മളെടുത്ത് കളയണം. എൻ്റെ വായുവരയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി നമ്മളിത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരപ്പ് പരട്ടുന്നത്. ഞാനൊരു ചെറിയ ബാച്ച് നിങ്ങളെ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു 4 മീനെടുത്ത് വറുത്ത് അതിൻ്റെ അരപ്പ് വരട്ടി വറുത്ത് ഞാൻ കാണിച്ച്, എന്നിട്ട് അത് നമുക്ക് ആദ്യം തന്നെ മപ്പാസ് വെച്ച് കാണിച്ചു തരാം. അതിന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് നമ്മൾ ഈ വിനാഗിരിയിലൊന്ന് ആദ്യം തന്നെ കുഴച്ചെടുക്കുകയാണ് എല്ലാം കൂടി. ഇത് നമ്മൾ എന്നിട്ട് ഈ മീനെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് നമ്മൾ. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ വെക്കണം. വെച്ചിട്ടാണ് നമ്മളത് ഒന്ന് പാൻ ഫ്രൈ ചെയ്യണത്.
കറിക്ക് ഒരു തേങ്ങയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മളൊന്ന് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മളൊരു അരമണിക്കൂർ വെച്ച മീനൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ പാൻ ഫ്രൈ ഒന്നും ചെയ്താൽ മതി, നമുക്ക് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഒന്ന് 2 പുറം മറിച്ചിട്ട് നമുക്കൊന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആ മീനൊന്ന് മറച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10 ചുള വെളുത്തുള്ളി നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ചതച്ച് എടുത്ത് വെക്കണം. അപ്പോൾ അതിൽ തന്നെ നമുക്കൊന്ന് ചതച്ചെടുത്ത് വെക്കാതെ നന്നായിട്ടൊന്ന് ചതച്ചേരാം കേട്ടോ. എന്നാലാണ് നമുക്ക് പെട്ടെന്ന് അതൊന്ന് വഴറ്റി കിട്ടത്തുള്ളൂ. ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കി സാധനങ്ങൾ നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം. ഇനി ആ പച്ചമുളകൊന്ന് നമുക്ക് നീളത്തിലൊന്ന് കീറിയെടുക്കാം. എൻ്റെ ഞെട്ടി ഒന്ന് കളയാം. കഴുകി വെച്ചാണ് കണ്ടോ എല്ലാം. അതിനകത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു 4-5 ഇതള് വേപ്പിലുണ്ട്. പിന്നെ ഒരു 1.5 സവാള നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. നൈസായിട്ടൊന്ന് അരിഞ്ഞു തരാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വാടാൻ കുറച്ച് സമയം എടുക്കും. അപ്പം അതിൻ്റെ ഈ വെള്ളഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഈ തക്കാളി നമ്മൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വട്ടത്തിൽ തന്നെ വളരെ സ്ലൈസ് ചെയ്യുക, വളരെ കനം കുറച്ചൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ 2 തക്കാളി നമുക്ക് അതിനാവശ്യമുണ്ട്. ഇപ്പോഴേക്കും നമ്മുടെ മീൻ ഒന്ന് ആയിട്ടുണ്ടാവും. ഞാൻ ആ 2 സൈഡും മറിച്ചിട്ട് നമുക്കൊന്ന് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ആ മീനൊന്ന് മാറ്റി വയ്ക്കുകയാണ് ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളോട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. മീനൊന്ന് നന്നായിട്ട് നമുക്ക് വറക്കേണ്ട ആവശ്യമില്ല. ഒരു 3/4 ഭാഗം വേവ് മതി നമ്മൾ വറുത്തെടുക്കുമ്പോൾ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ആ മീൻ വറുത്ത വെളിച്ചെണ്ണ തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ട് അതിൽ തന്നെ നമ്മൾ സവാള വഴറ്റാൻ പോകണം. അപ്പോൾ ആ സവാള വഴറ്റിനേക്കാൾ മുമ്പായിട്ട് ഞാനൊരു 3-4 ഏലക്കായും ഒരു 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ ഒരു 4-5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ഇതിനകത്തേക്ക് ഇടാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇതിനകത്തൊന്ന് വഴറ്റാം.
ഇനി നമ്മൾ സവാള 1.5 സവാള അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഒന്ന് വഴറ്റാനായിട്ട് ഇടാണ്. സവാള നന്നായിട്ട് ഇപ്പോൾ വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത്രയും പാകം മതി. നമുക്ക് കൂടുതൽ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ടത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് ഞാനിവിടെ നാടിയാണ്. പിന്നെ പച്ചമുളകും, പിന്നെ വേപ്പില. ഇതൊന്ന് പതിയെ ഒന്ന് വാടി കഴിഞ്ഞിട്ട് നമുക്ക് ആ വേപ്പില കൂടി ഇതിനോട് ചേർക്കാം. ഇനി ആ വേപ്പില ഒന്ന് പതിയെ ഒന്ന് കീറിയിട്ടേക്കാം. ഇനി ഒരല്പം ഉപ്പൊന്ന് ആഡ് ചെയ്യാണ്. നമ്മുടെ ഉപ്പൊന്ന് നോക്കി നമുക്ക് പിന്നീട് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സവാളയ്ക്കൊക്കെ ഒന്ന് വഴറ്റൽ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആ ഉപ്പൊന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. ഇനി ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി അതിനകത്തേക്ക് ചേർക്കുക. ഇനി ഞാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തക്കാളി ഒന്ന് ആഡ് ചെയ്യാണ്. ഇനി കൂടുതൽ ഇളക്കി അത് കുഴക്കരുത്. ഒന്ന് പതിയെ ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് ചേർക്കാൻ കഴിഞ്ഞൊന്ന് ആക്കുക. ഇനി ആ 2ാം പാല് നമ്മൾ എടുത്തു വെച്ചാണ്. നമ്മൾ ഒരു മുറിയുടെ പാലാണ് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. രണ്ടാം പാല് ഒഴിച്ചത് തിളച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും വിനാഗിരി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു അല്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഉപ്പ് ഈ സമയത്ത് നമുക്ക് നോക്കാം. ഇനി പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ഇട്ടുവെങ്കിലും നമുക്കൊരു അല്പം കൂടി വിനാഗിരി ചേർത്തൊന്ന് കൊടുക്കാം. ഇനി ഒന്ന് പതിയെ ഇളക്കിയിട്ട് നമുക്ക് മീൻ ഇടാം. മീൻ ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി ഞാനൊന്ന് മീനിടാണ്. നമ്മൾ മീനിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1ാം പാല് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അപ്പം തന്നെ ഇറക്കി ഒന്ന് വെക്കാം. നമുക്ക് ആ കൂടുതൽ തിളപ്പിക്കരുത്. പിന്നെ 1ാം പാല് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിളപ്പിക്കരുത്. ഞാൻ ആ ഗ്രേവി അല്പം മീനിൻ്റെ മുകളിലേക്ക് ഒന്ന് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് 1ാം പാൽ ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ 2ാം പാൽ ഒഴിച്ച് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 1ാം പാൽ ഒഴിക്കുകയാണ്. ഇനി കൂടുതൽ തിളപ്പിക്കരുത്. നമ്മൾ 1ാം പാൽ ഒരു 250-300 ml എടുത്തിട്ടാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കൂടുതലൊന്നും തിളപ്പിക്കരുത്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് ഇപ്പോൾ തന്നെ ഒന്ന് ഇറക്കി വെച്ചിട്ട് അല്പം കശുവണ്ടിപ്പരിപ്പും വേപ്പിലയും നമുക്കൊന്ന് ഇതിൻ്റെ മേളിലൊന്ന് വറുത്തിടാം. ഇനി ഞാൻ ആ കശുവണ്ടിപ്പരിപ്പും അല്പം വേപ്പിലയും കൂടി ഇതിൻ്റെ മേളിലൊന്ന് വെളിച്ചെണ്ണയിൽ ഓയിലിൽ വറുത്തിടാം കേട്ടോ. ഒരു 20-25 കശുവണ്ടി പരിപ്പ് മതിയാവും. പിന്നെ ഒരു 4-5 വേപ്പിലയും. അപ്പോൾ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ എല്ലാ അപ്ലോഡ്സും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇനി നമ്മൾ അതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്യാണ്.
ഇനി നമ്മൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ ചാറും ആ കഷ്ണങ്ങളും ആ ടൊമാറ്റോയൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് സെർവ് ചെയ്യാൻ നോക്കണം. നമ്മുടെ ഫിഷ് മോളി റെഡി ആയിപ്പോയിക്കും. ഇവിടെ മഞ്ഞ് വീണു, നിങ്ങൾക്ക് കാണാം. നമ്മുടെ മഞ്ഞ് ഫുള്ള് വീണേക്കാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വിൻ്റർ ഓൾറെഡി സ്റ്റാർട്ട് ആയതുകൊണ്ട് ഇനി നമുക്കൊന്ന് പുറത്തൊക്കെ ഇട്ട് ചെയ്യൽ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇനി കൂടുതൽ നമുക്ക് അകത്തായിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യണേ. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.